മെസ്സി തട്ടിപ്പിൽ ഗുരുതര കണ്ടെത്തലുമായി GST വകുപ്പ്. സ്പോൺസറുടെ അക്കൗണ്ടിലെത്തിയത് 206 കോടി രൂപ. പണമെത്തിയത് 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെന്നും കണ്ടെത്തൽ. സ്പോൺസറുടെ അക്കൗണ്ടിൽ നിന്ന് പണം അതിവേഗം മാറ്റിയെന്നും GST വകുപ്പ്. പണം മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ പേരിൽ നടത്തിയ പണപ്പിരിവിന്റെ ഭാഗമെന്നും സംശയം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ GST വകുപ്പിന്റെ കണ്ടെത്തൽ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചധികം ഗുരുതരമാകുന്നു എന്നുള്ളതാണ്. അതായത് 206 കോടി രൂപ എന്ന് പറയുമ്പോൾ 1-2 കോടി രൂപയുടെ തുക പോലുമല്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ സ്പോൺസർമാർക്ക് കൂടുതൽ കുരുക്ക് മുറുകുമല്ലേ? രാഖി, തീർച്ചയായും സ്പോൺസർമാർക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ മെസ്സിയുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. 223 കോടിക്ക് മുകളിൽ GST തട്ടിപ്പ് നടന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും അതിൽ GST ഉദ്യോഗസ്ഥർ മറച്ചു വയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും 200 കോടിക്ക് മുകളിൽ 206 കോടിക്ക് മുകളിൽ ഈ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് വന്നു. അതവിടെ നിന്ന് പിന്നീട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ GST വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, കേസ് ഇത് വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് GST വകുപ്പും പറയുന്നത്. ഈ അക്കൗണ്ടിലേക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഇതിൽ സ്പോൺസറായിട്ട് നിന്നത്. ആ സ്പോൺസറുടെ അക്കൗണ്ടിലേക്കാണ് ഇത്രയധികം തുക എത്തിയത്. അതോടൊപ്പം തന്നെ ആ എത്തിയ തുക പിന്നീട് സ്പോൺസർ മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ 206 കോടി രൂപ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് വന്നത്. ഇത് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവുകൾ നടന്നതിൻ്റെ ഭാഗമായിട്ടാണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി സംശയമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ചെറിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊന്നുമല്ല ഈ മെസ്സിയുടെ പേരിൽ നടന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് GST വകുപ്പും അംഗീകരിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് GST വകുപ്പും പറയുന്നത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് GST തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. GST തട്ടിപ്പിന് പുറമെയാണ് മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തികം ഇതുമായി ബന്ധപ്പെട്ട് സമാഹരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അത് ഫെമാലംഘനം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ചില തെളിവുകളടക്കം GST വകുപ്പിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നും. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ടവരുമായിട്ടുള്ളവരെല്ലാവരുടെയും ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് വലിയ, പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിൻ അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ സഹോദരന്മാർ, ഇവരുടെ ഭാഗത്തൊക്കെ ഇത്തരത്തിൽ വ്യാപകമായ ഒരു പണപ്പിരിവുകൾ നടത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സിയെ വരാനുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അറിഞ്ഞതും കേട്ടതുമൊക്കെ വലിയൊരു മലയുടെ ഒരു അറ്റം മാത്രമാണ്, തട്ടിപ്പ് മലയുടെ ഒരു അറ്റം മാത്രമാണ് എന്ന് വേണ്ടേ ഇപ്പോൾ മനസ്സിലാക്കാൻ? കാരണം നേരത്തെ പറഞ്ഞത് ഒരു 136 കോടിയുടെ തട്ടിപ്പാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 150 കോടിക്ക് താഴെയുള്ള ഒരു തട്ടിപ്പാണ് എങ്കിൽ, വീണ്ടും ഇപ്പോൾ ചിത്രം മാറുന്നു. 206 കോടി രൂപയായി കണക്കുകൾ. അപ്പോൾ GST വകുപ്പിന്റെ കണ്ടെത്തൽ വരുന്നു. അതിന് പിന്നാലെ ഇനി കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതല്ലേ? തീർച്ചയായും രാഖി, അത് തന്നെയാണ്. 206 കോടി രൂപ 2 വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് GST വകുപ്പിൻ്റെ നിലവിലെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ തുക, ഇത്രയും വലിയ തുക ഈ അക്കൗണ്ടിലേക്ക് എത്തിയ, സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്? ആ അക്കൗണ്ടിലേക്ക് എത്തിയ തുക ഉടൻ തന്നെ പിന്നീട് ആ അക്കൗണ്ടിൽ നിന്നും, അതായത് സ്പോൺസറുടെ അക്കൗണ്ടിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മാറ്റി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ GST വകുപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയമായി വരുന്നത്, ഇതിൽ ഏതൊക്കെ രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തിയത്? അല്ലെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ മലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ വിശാലമായ തട്ടിപ്പായിരുന്നു ഈ മെസ്സിയുടെ പേരിൽ നടത്താനിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഒരു ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇത്തരത്തിലൊരു തട്ടിപ്പുമായി വന്നപ്പോൾ അത് അന്നത്തെ സംസ്ഥാന സർക്കാരിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ഗൗരവത്തോടെ കാണണം. കാരണം സംസ്ഥാന സർക്കാരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് മെസ്സിയെ എത്തിക്കുമെന്ന്, അന്നത്തെ സ്പോർട്സ് മന്ത്രിയാണ്, കായിക മന്ത്രിയാണ് മെസ്സിയെ എത്തിക്കുമെന്നുള്ള നിരവധി തവണ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കേരള സമൂഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഒരു തട്ടിപ്പിന് ഒരു ഭരണകൂടം കൂടി കൂട്ടുനിന്നു എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്, ചേർത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ആരാണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാം. ഇതിനു മുമ്പ് തന്നെ നിരവധി M-ഫോണുമായി ബന്ധപ്പെട്ട്, മാംഗോ ഫോണുമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആയാലും ശരി, നിരവധി തട്ടിപ്പുകൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്ഥാപിക്കുകയും ചാനൽ വാങ്ങുകയും ചെയ്യുകയും അവരുടെ ഈ ക്രമക്കേടുകൾ വെളുപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളൊക്കെ നടത്തുകയും ചെയ്തത്. അത്തരം സാഹചര്യത്തിൽ
ഇവരുടെ ശരി, പൂർവ്വ എന്തായാലും പശ്ചാത്തലം മെസ്സിയെ അറിയാം. മറയാക്കി നടത്തിയ അഗസ്റ്റിൻ സഹോദരന്മാരുടെ തട്ടിപ്പിൽ വലിയ ഗുരുതരമായ കണ്ടെത്തലിലേക്ക് GST വകുപ്പ് എത്തുന്നു എന്നുള്ളതാണ്. 206 കോടി രൂപ ഇത്തരത്തിൽ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് എവിടെ നിന്ന് ആരുടെ അക്കൗണ്ടിലേക്കൊക്കെ പോയി എന്നുള്ളതൊക്കെയാണ് ഇനി അന്വേഷണ വിധേയമാകേണ്ടത്. വിവരങ്ങൾ നൽകിയത് പ്രശാന്താണ്. നമുക്ക്